അപ്പൊ ഹായ് ഹലോ നമസ്തേ നമസ്കാരം ജെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലതുവശത്തെ കള്ളൻ, ബിജു മേനോൻ, ജോജു ജോർജ്, ഡയറക്ടഡ് ബൈ ജിത്തു ജോസഫ്, റിട്ടൺ ബൈ ടിനു തോമസ്. ഒരു കിള്ളി പാറുന്ന ഐറ്റം പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പടം നമ്മളെ നിരാശപ്പെടുത്തുവോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തും. അപ്പൊ സ്ട്രൈറ്റ് ടു ദി പോയിന്റ് നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മകളുടെ തിരോധാനത്തിൽ അച്ഛന്റെ പ്രതികാരം. ഇത്രയുള്ള പ്ലോട്ട്. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പടത്തിന്റെ ബാക്കിയുള്ള പരിപാടികൾ. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിംഗ് ബിജു മേനോൻ ചുമ്മാ തീ പരിപാടിയായിരുന്നു. ബിജു മേനോന്റെ കുറച്ച് പരിപാടിയാണ് എല്ലാം ഏകദേശം ബിജു മേനോന്റെ ഈ ഒരു ജോണറിലേക്ക് പോകുമ്പോൾ ബിജു മേനോന്റേതായിട്ടുള്ള കുറച്ച് മാനറിസം പരിപാടികൾ അടിപൊളിയായിരുന്നു. ജോജു ജോർജ് ഒരു കിഡിലെ ക്യാരക്ടർ ആയിരുന്ന ഒരു ബ്രില്യന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കിടിലം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാരക്ടർ റീലിങ്ങും പരിപാടികളൊക്കെ ആയിരിക്കും. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ലെന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ദൃശ്യത്തിലെ വക്കീൽ ചേച്ചി ബോസ് ഓൾമോസ്റ്റ് ജിത്തു ജോസഫിന്റെ എല്ലാ പടത്തിലും എന്തെങ്കിലും ഒക്കെ ആയിട്ട് അപ്പിയർ ആവും. ഇതിൽ ഡോക്ടറായിട്ട് അപ്പിയർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകും പടം. കാരണം ഈ ഫസ്റ്റ് ഹാഫിലുള്ള സ്ലോ സെക്കൻഡ് ഹാഫിൽ ഫില്ല് ചെയ്യുന്നുണ്ട് അവര്, നല്ല വൃത്തിയായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിലുള്ള സ്ലോ വരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് നമുക്ക് കണക്ട് ആവും. അതേ സമയത്ത് ഫസ്റ്റ് ഹാഫിലുള്ള സ്ലോനെ ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു ഇതാവില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാൻ ജിത്തു ജോസഫിന്റെ എല്ലാ എലമെന്റുകളും ശ്രദ്ധിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട്, കാരണം ഇതിൽ ഇവിടെ ട്വിസ്റ്റ് വരും അവിടെ ട്വിസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയൊരു സ്ലോ പേസ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് ദ ഓഡിയൻസ് എല്ലാവരും സ്ലോ പേസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര സ്പീഡായിരുന്നു. ഡയറക്ടഡ് ബൈ ജിത്തു ജോസഫ് എന്നൊരു പരിപാടിയില്ലേ, അതിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. പ്രത്യേകിച്ച് ത്രില്ലറും കൂടെ ആണെങ്കിൽ കിളി വാറുന്ന ഐറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ജിത്തു ജോസഫിന്റെ ഒരു ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാസ്റ്റിംഗ് ബേസ് എല്ലാവരും അടിപൊളിയായിരുന്നു. സ്ക്രീൻ പ്ലേ മാത്രം കുറച്ചൊരു സ്ലോ പേസ് പരിപാടിയായിരുന്നു. ക്ലൈമാക്സ് ഒരു മെമ്മറീസിന്റെ ഒരു സാധനം വന്നിട്ടുണ്ട് ഇതില്. മെമ്മറീസിന്റെ ഒരു കളർ ടോൺ ആണ് പടത്തിന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മെമ്മറീസിലുള്ള പോലെ തന്നെ ഒരു ഇമോഷണൽ ത്രില്ലർ പരിപാടിയാണ് പടത്തിൽ പിടിച്ചിട്ടുള്ളത്. മെമ്മറീസിന്റെ ഒരു പ്ലോട്ട് എന്നല്ല പറയുന്നത്, മെമ്മറീസിന്റെ ഒരു കൈൻഡ് ഓഫ് ജോണാണ്, അതാണ് പടത്തിൽ പിടിച്ചിട്ടുള്ളത്. നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവാത്തതിന്റെ പ്രശ്നം എന്താ പറയാ, കാരണം നമ്മളിപ്പോ എല്ലാ ജോണറിലുള്ള പരിപാടികളും കണ്ട് ഇനി നമ്മളെ വാവ് എന്ന് പറയിപ്പിക്കണമെങ്കിൽ അതൊരു ഡയറക്ടറും ഒരു റൈറ്ററും കഴിവ് തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇതിൽ കുറെ നല്ല നല്ല എലമെന്റ്സുകളുണ്ട്, നല്ല കുറെ എലമെന്റ്സുകളുണ്ട്. പക്ഷെ ഈ സാധനം കാണുമ്പോൾ നമുക്കൊരു വാവ് സാധനം കിട്ടൂല. കാരണം ഈ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വരുമ്പോഴും നമുക്കൊരു സാധനം കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ പ്ലേ കുറച്ചൊരു സ്ലോ പേസ് ആയിരുന്നു. പക്ഷെ ഇന്റർവെൽ നല്ല പീക്ക് ആയിട്ടാണ് ഇന്റർവെൽ നടത്തിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഇവർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത്രയും ഒരു മണിക്കൂറിന്റെ മേലെ എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് ചിന്തിക്കുന്നിടത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ടെന്ന് ആ ഒരു മണിക്കൂർ നല്ല വൃത്തിയായിട്ട് തന്നെ പറയുന്ന രീതിയിൽ സ്ക്രീൻ പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു സ്ലോ പേസ് സെക്കൻഡ് ഹാഫിന് ഇമ്പാക്ട് ചെയ്തുകൊണ്ട് ഇതൊരു ആവറേജ് പടമായി. അതല്ലാത്ത പക്ഷം ഇതൊരു നല്ല പടമാണ്. ഓൾമോസ്റ്റ് മൂവീസ് അടിപൊളി ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. വലതുവശത്തെ കള്ളൻ ഒരു ഡീസെന്റ് ത്രില്ലറാണ്. തിയേറ്ററിലുണ്ട്, എല്ലാവരും പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റുകൾ ചെയ്യുക. അടുത്ത പരിപാടി വരുമ്പോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോ അത് നമുക്ക് കുറച്ചുകൂടെ എന്റെ വ്യൂയിങ് കപ്പാസിറ്റി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതിലുള്ള മിസ്റ്റേക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, until then.